ഫെലനോസിസിനും ഓർക്കിഡിനും ഉപയോഗിക്കുന്ന ഒരു സാധാരണ വളം ഇതിനകത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഫെലനോസിസിൻ്റെ ഒരു വലിയ വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് ഈ വീഡിയോ നമ്മൾ വേറെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ എനിക്കറിയാമായിരിക്കും. അങ്ങനെ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നമ്മൾ നേരിട്ട് പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി വീഡിയോ ചെയ്യുമ്പം അതിനകത്ത് കുറേശ്ശെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വലിയ വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. കഴിഞ്ഞ തവണ ഞാനൊരു കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വീട്ടിൽ പോയി ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പ്രത്യേകിച്ച് സെയിൽ ചെയ്യുന്നവർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ജു ഞങ്ങൾക്കെല്ലാം അത് വളരെ പ്രയോജനപ്പെട്ടു, വാങ്ങിക്കുന്നവർക്കും പ്രയോജനപ്പെട്ടത്. എനിക്ക് വളരെ സന്തോഷമായി. കാരണം അതുപോലെ റിസ്ക് എടുത്ത് പോയി തീരെ വയ്യാഞ്ഞിട്ട് പോയി എടുത്തൊരു വീഡിയോ വയ്യായിരുന്നു എനിക്ക് തീരെ. അത് കഴിഞ്ഞ് ഒരു സെല്ലർ മാത്രം, തിരുവനന്തപുരത്തുള്ള ഒരു സെല്ലർ മാത്രം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വീഡിയോയുടെ താഴെ വന്നു. അവർ പറഞ്ഞത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കൊടുത്ത പ്ലാന്റ് എല്ലാം എൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ അതിനകത്ത് അങ്ങനെ പറയുന്നില്ല. ഞാൻ സെയിൽ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ഉള്ളൂ. എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം അതറിയാം. വീഡിയോ കാണാത്തവർക്ക് ഒന്നുകൂടെ പോയി ആ വീഡിയോ കാണാം. അതിനകത്ത് ഞാനൊന്നും പറഞ്ഞു. വളരെ മോശമായ കമൻറ്റുകളാണ് വീഡിയോയുടെ താഴെ വന്നതും പിന്നെ ഫോൺ വിളിച്ചും ഒക്കെ കുറേ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഞാൻ അതിനകത്ത് സെയിൽ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒരു കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. നല്ല അറിവിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അറിയാത്തവർക്ക് അറിയട്ടെ, ചെയ്ത് പരിചയമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നേരിട്ട് അറിയാമല്ലോ എന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്തത്. പിന്നെ ചില ആൾക്കാരെന്നെ ഫോൺ വിളിച്ചിട്ട് ഇത് സെയിൽ ചെയ്യുന്നതിന് ഇന്ന റേറ്റിന് കൊടുക്കണമെന്ന് ആജ്ഞാപിക്കുന്ന പോലെ പറയുന്നുണ്ട്. അവരുടെ മാത്രം കുത്തകയാണ് ഈ ഓർക്കിഡ് സെയിലും അതും എന്ന് കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. അവർ പറയുന്ന റേറ്റ് ഞാനിത് കൊടുക്കണമെന്ന് എന്നെ ഫോൺ വിളിച്ച് നേരിട്ട് പറഞ്ഞവരുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ചെടി എൻ്റെ ഗാർഡൻ, അതായത് ഞാൻ സെയിൽ ചെയ്യുന്ന എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ സെയിൽ ചെയ്യത്തുള്ളൂ. ആരുടെ ഇഷ്ടത്തിന് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ സെയിൽ ചെയ്യത്തുമില്ല. എന്നെ വിളിച്ചിനിയും ആരും അങ്ങനെ പറയേണ്ട കാര്യവുമില്ല. ഞാൻ പറയുന്ന വിലയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും എനിക്ക് ആരുടെയും പേര് പറയാനോ അല്ലെങ്കിൽ ഇന്ന ആളാന്ന് പറയാനോ എനിക്ക് താല്പര്യവുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ചെടി വാങ്ങിക്കില്ലെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടവരുമുണ്ട്. അതും എനിക്ക് വിഷയമില്ല. എനിക്ക് കൊണ്ടുവരുന്ന ചെടി അരമണിക്കൂറിനകം തീരുന്നുണ്ട്. എനിക്കതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. ഞാൻ ഇനി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഞാനതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. അപ്പം ഈ പ്ലാന്റുകൾ, ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം സെയിലിനുള്ളതാണ്. ഇതേപോലെ ഫോട്ടോയോട് കൂടി തന്നെയാണ് ഞാൻ കൊറിയർ ചെയ്ത് തരുന്നത്. 700 രൂപയാണ് ഒരു പ്ലാന്റിന്, മിനിയേച്ചറും ഉണ്ട് അല്ലാതും ഉണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോ ഇട്ടത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ചെടി നടുന്ന വിധം, ചെടി പരിചരിക്കുന്ന വിധം, അതിനുണ്ടാകുന്ന വളങ്ങളെ എല്ലാം, വെള്ളവും വളവും വെയിലും ഇതൊക്കെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്നോട് ചെടി ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സെയിൽ ചെയ്യുന്നവരും പറഞ്ഞു, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ മടിക്കുന്നവരെല്ലാം ഇപ്പം പിന്നെയും അവരോട് വാങ്ങിക്കുന്നുണ്ട്. ആ വീഡിയോ ഒരുപാട് പ്രയോജനപ്പെട്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം സെയിലിനുള്ളതാണ്. പ്ലാന്റ് കൊറിയർ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്, ഈ പോട്ടോട് കൂടി തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. സേഫായിട്ട് ഞാൻ പ്ലാന്റ് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും. ഇതിന് ഉപയോഗിക്കുന്ന ഒരു വളം ഞാൻ ആൻറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ ഈ വളം നിങ്ങളെ കാണിച്ചു തരുന്നത്. അത് നമ്മൾ മാസത്തിൽ ഒരിക്കലോ വല്ലതും ഒഴിച്ചു കൊടുത്താൽ മതി. ഫെലനോസിസ് നടുമ്പോൾ ചരിച്ചേ നടാവൂ. അതിൻ്റെ ചുവട്ടിലേ ഈ വളം ഇടാവൂ. ഫെലനോസിസിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ വെറും ചകിരിയും കരിയും മാത്രം മതി, വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. കരിയാണേലും കഴുകി സാഫിനകത്ത് മുക്കി അങ്ങനെ ലൈറ്റായിട്ട് സാഫിനകത്ത് കഴുകിയെടുത്താണ് ആൻറ്റി ഇതിനെല്ലാം ഇടുന്നത്. ഫംഗസ് വരാതെ പ്രത്യേകം നോക്കണം. പിന്നെ എല്ലാ ദിവസവും പ്ലാന്റിൻ്റെ അടുത്ത് പോകണം. ഈ പ്ലാന്റ് ഒരുപാട് നാൾ നിൽക്കുന്ന പ്ലാന്റാണ്. നമുക്ക് ചെറിയ ചെറിയ തൈകളുണ്ടാകും, അത് മാറ്റി വെക്കാൻ പറ്റും. അതുപോലെ ഒരു ഫ്ലവർ വിരിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും. ആ ഫ്ലവർ കൊഴിഞ്ഞു പോയാൽ അതേ തന്നെ പിന്നെയും ഫ്ലവർ വരും.
ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മിനിയേച്ചറിൻ്റെ മിക്കവാറും എല്ലാ പ്ലാന്റിലും 2 3 മുട്ടുകളും പൂക്കളും ഉള്ളതായിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി, കൊറിയർ ചെയ്ത് തരും. നമ്മളിതാദ്യമായിട്ടാണ് ഈ ഫെലനോസിൻ്റെ വലിയ വീഡിയോ ചെയ്യുന്നത്, ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെറിയ വീഡിയോ ചെയ്യും, 10 20 പ്ലാന്റ് കാണും, അന്നേരം തന്നെ അത് സെയിലാവും. വാങ്ങിക്കുന്നവർ തന്നെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട്, കളറുകൾ ചേഞ്ച് ചെയ്ത്. അതുകൊണ്ട് എല്ലാ കളറും എൻ്റെ കിട്ടും. കിട്ടുന്ന കളറുകൾ 1 2 ഒക്കെ കാണത്തുള്ളൂ. അതപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടി കൊടുക്കുക, ഞാൻ നോക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. റോസയുടെ വീഡിയോ ആണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സമ്പൂർണ്ണ പരിചരണവും കെയറിങ്ങും നടുന്ന രീതികളും എല്ലാം നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുത്തേക്കാം. കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ചെടി നടാൻ നോക്കുക, ഉള്ളവർ അത് ഫോളോ ചെയ്യാൻ നോക്കുക. ആഴ്ച 3 ദിവസമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കത്തില്ല. വെയിൽ അധികം വേണ്ട, 10% വെയിൽ മതി. അതായത് വെട്ടം കിട്ടിയാൽ മതി നല്ലതായിട്ട്, അല്ലാതെ ഒത്തിരി വെയിലത്ത് ഇത് വെക്കണ്ട. വെള്ളം ഇലയുടെ ഇടയ്ക്ക് കെട്ടി കിടക്കാതെ ഇരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ചെടി ചരിച്ച് വെക്കുന്നത്. വളമായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന വളം ഇട്ട് കൊടുക്കാം. പിന്നെ അല്ലാതെ വേറെ 19 ഒക്കെ ഉണ്ട്, അതിനൊക്കെ കണക്കുണ്ട്. കണക്കും പ്രകാരമേ ഒഴിച്ചു കൊടുക്കാവൂ, കൂടുതലാകരുത്. ഇത് വേലിക്കൊന്നയാണ്, വേലിക്കൊന്നയെന്ന് ഇവിടെ പറയും. ഒരു സ്മെല്ലുള്ള ഒരിലയാണ്. ഇത് എല്ലാ ചെടിക്കും നല്ല വളമാണ്, കൃഷികൾക്കും എല്ലാം. കീടങ്ങൾ വരാതിരിക്കാനും ഒക്കെ ഇതിട്ട് പുകച്ചാൽ കൊതുക് പ്രാണികളൊന്നും വരത്തില്ല. ഇത് കുറച്ച് എടുത്ത് മിക്സിക്കകത്ത് അരച്ചെടുക്കണം. നല്ല സ്മെല്ലുള്ള ഇലയാണ്, എല്ലാവർക്കും അറിയാം, ചെടിയൊക്കെ നടുന്നവർക്കറിയാം. ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. എത്ര നമുക്ക് കിട്ടുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഫെലനോസിസിനും ഓർക്കിഡ്സിനും, ഇപ്പം ഞാൻ ഓർക്കിഡിനായി ഒഴിക്കുന്നത്, ഓർക്കിഡിനും എല്ലാം ഒഴിച്ചു കൊടുക്കുക. ഫെലനോസിസിനും ഇതിൻ്റെ ചുവട്ടിലേ ഒഴിക്കാവും, ഒഴിച്ചിങ്ങനെ കൊടുക്കുക. പക്ഷേ ലൈറ്റായിട്ടിരിക്കണം. മാസത്തിൽ 2 പ്രാവശ്യം ഇത് ചെയ്ത് കൊടുത്താൽ നല്ല വളമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം, ബെല്ലൈക്കണും അമർത്തണം, എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ.